guys, welcome back to Sumija's World. അപ്പം meet, this is Nandana and this is Sumija, this is Nivedya here. അപ്പം ഇന്നിപ്പോൾ ഇവിടെ പരിപാടി എന്താ വെച്ചാൽ നന്ദന പി ജിക്ക് വേണ്ടിയിട്ട് തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് തിരൂരിലേക്ക് പോവാണ്. അപ്പം ഇനി ഹോസ്റ്റൽ ലൈഫൊക്കെയാണ്, സോ അതിനുള്ള പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പം വാച്ചിങ് നന്ദനാസ് ഹോസ്റ്റൽ ബാഗെന്നോ ഹോസ്റ്റൽ പാക്കിങ്ങെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നന്ദന അതാ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. എന്താ പിടുത്ത് വെച്ചത്? കുറേ ജീൻസും ടോപ്പൊക്കെയാന്ന് തോന്നുന്നു. നന്ദന ഒന്ന് ഭയങ്കര ഒരു നാടൻ കുട്ടിയാട്ടോ. ഇനി ഇതാ എന്താ എടുത്തേക്കുന്നേ? ഇത് എല്ലാ സപ്പോർട്ടും അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് അമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഭയങ്കര ഹാപ്പി ആണ്, കാരണം നന്ദന പോയാൽ ഞാൻ എൻ്റെ വില വീട്ടുകാരും മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാ ടവല്, ഇതാ നന്ദന പിന്നെ വേസ് ഒരു കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് കൊള്ളൂലല്ലോ നന്ദനെ, കൊള്ളിക്കാന്നാ. ഇതിൻ്റെ കൂടെ ഹാങ്ങേഴ്സും കൂടി വെക്കുന്നത്. അവിടെ പോയിട്ട് ഹോസ്റ്റൽ ഇതിലായിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ, അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് കിറ്റ്കാറ്റ് കഴിക്കാൻ പോവാണ്. എനിക്കൊരു പീസ് മതി. താങ്ക് യു. ആ അത് നടക്കൂല മുട്ട. ഇന്നലെ കാര്യമായിട്ട് എന്തോ ആലോചിക്കണ്ട അമ്മേ. ഞാൻ ഹോസ്റ്റൽ ലൈഫൊക്കെ അതിന് അടിപൊളിയാക്കുന്നൊക്കെ വിചാരിക്കായിരിക്കും, പക്ഷെ കണ്ടറിയാം. ഇതിന് അഡീഷണൽ ആയിട്ട് ഇത് കംഫർട്ടിൻ്റെ ബോട്ടിലാണെങ്കിലും ഇതിൽ നമ്മളുടെ ലിക്വിഡാണ് കേട്ടോ. ഇത് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ്. അതേപോലെ തന്നെ നന്ദന യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ്, കണ്ടീഷണർ, അതേപോലെ തന്നെ ഇത് കംഫർട്ടാണ്. ഏതോ ചാത്തൻ കമ്പനിയാണ് ഗൈസ്, എന്നാലും നന്ദനക്ക് ഇതൊക്കെ മതി. പിന്നെ ഇതാ ഹിമാലയൻ്റെ ഒരു ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ ഉണ്ട്. അതേപോലെ തന്നെ ഹിമാലയൻ്റെ ഒരു ടാൻ റിമൂവൽ സ്ക്രബ്, പിന്നെ അമലാൻ്റെ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്ദന ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിന് എക്സ്ട്രാ നന്ദന ഒരു വാഷിംഗ് സോപ്പ് എടുത്തിട്ടുണ്ട്. നന്ദന എല്ലാം സെറ്റ് കുറച്ചു കാലം മുന്നേ നന്ദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റാക്കാനായിട്ട്. രണ്ട് സോപ്പ് പെട്ടി ഫുൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ഒക്കെയാണ് കേട്ടോ. എല്ലാം വേർഡ്സ് നന്ദന ഫുൾ റെഡിയാണ് പോവാൻ. പിന്നെ ഇതാ പേസ്റ്റ് ഹിമാലയൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഓ ഇത് എവിടുന്ന് മേടിച്ചാ? ബ്രഷിന് ബോക്സുള്ള ബ്രഷൊക്കെ ഗൈസ്. പിന്നെ ഇതാ ടെങ് ക്ലീനർ, പിന്നെ ഇതാ തിരുമ്പിയിട്ട് ആറിയിടാനായിട്ട് ക്ലിപ്പ് മേടിച്ച്. ഹോസ്റ്റലിന് പറഞ്ഞ കേട്ടോ ബക്കറ്റ് അതേപോലെ തന്നെ മഗ്ഗൊക്കെ കൊണ്ടുവരാനായിട്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ സാനിറ്ററി നാപ്പിൻ മേടിച്ചിട്ടുണ്ട്. നന്ദന അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല, എന്നാലും ഇതാ ഞാനുണ്ട് കേട്ടോ അതിൽ. നന്ദന അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല, എന്നാലും ഒരു മിറർ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്ദനൻ്റെ പ്ലേറ്റ്, നന്ദനക്ക് എന്താ അറിയില്ല, നന്ദന കുറേ കാലമായിട്ട് ഇങ്ങനത്തെ പ്ലേറ്റിലാണ് കഴിക്കാറ്, ഡിവിഷനൊക്കെ ഉള്ള പ്ലേറ്റിൽ. അപ്പം അതേപോലത്തെ പ്ലേറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് മേടിച്ച് വന്ന കേട്ടോ. എന്ത് പറ്റി നന്ദനെ? ഇത്രയും സാധനം ഇത്ര ചെറിയൊരു ട്രോളിയിൽ നമ്മൾ കയറ്റാൻ ശ്രമിച്ചിട്ട് ഒന്നും അടയുന്നില്ല. ഇത് മൊത്തം ഇനി നമ്മൾ ഈ ഒരു ബാഗിലേക്ക് കൊള്ളിക്കാനുള്ള കേട്ടോ സാധനങ്ങൾ. അല്ല എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് മൂടിയൊക്കെ ഉള്ള കപ്പ്. നന്ദന ഇതൊക്കെ എവിടെ നിന്നാണാവോ കണ്ടുപിടിച്ച് വരുന്നേ. നല്ല കൊള്ളാം, നല്ലതാ. പിന്നെ ഇതാ അതിന് സെയിം ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ, ഇത് ഡെക്കാത്തലോണെന്ന് തോന്നുന്നു. പിന്നെ ഗോൾഡൻ കളറിലുള്ള സ്പൂണ്. നന്ദനക്ക് മാത്രം ഇത് എവിടെ നിന്ന് സാധിക്കുന്നതാവോ, അല്ലെങ്കിൽ വെറൈറ്റി സാധനങ്ങളാട്ടോ നന്ദനൻ്റെ. പിന്നെ ആ ബിസ്ക്കറ്റ് കഴിക്കില്ലല്ലോ,
പിന്നെ നന്ദന ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. കഴിക്കാത്ത നന്ദന ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സാധനവും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതെൻ്റെയാണ്, ഇതെൻ്റെയാണ്. ഇതെന്താ ഇതെന്താ ഇതെന്ത് ബാഗാ? കുഞ്ഞ് സ്റ്റെഡ്സ് ഇട്ട് വെച്ചൊരു കുഞ്ഞ് ബാഗ്. പിന്നെ ഇതാ കമ്മലുകൾ, ഇയർബഡ്സ് എല്ലാം ഉണ്ട്. പിന്നെന്താ പിന്നെ വേറെന്തോ ഒരു പൗച്ച്. അതിൽ നന്ദനൻ്റെ ക്രീമുകൾ, സൺസ്ക്രീന്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ഇതൊക്കെയാണ്. പിന്നെ ഇതാ നന്ദന യൂസ് ചെയ്യുന്ന ചീർപ്പ് 2 ഒന്ന് വിട്ടിട്ടുള്ള അല്ലിയും പിന്നെ ഒന്ന് അല്ലാത്ത സാധാ ചീർപ്പ് പോലത്തെ. ഞാൻ പൗഡർ യൂസ് ചെയ്യില്ലല്ലോ. പിന്നെന്താ ഒരു പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. വീടിന് നമുക്ക് ചക്രം വെച്ച് കൊണ്ടുപോകുന്നതാണ് അതിനെക്കാട്ടും നല്ലേ. പിന്നെ ഒരു ലൂപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോകുമ്പം കുപ്പിവള ഇതിലിട്ടാനാ. ഓക്കെ. എന്താ കത്തി. പിന്നെ ഇതൊരു ടിഷ്യൂ പേപ്പർ, സെല്ലോ ടാപ്പ്, പിന്നെ കുറച്ച് നോട്ട് ബുക്സ്, ഷീറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് നൈറ്റ് എന്തിനാ? അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. റൂം നന്ദനെ കണ്ടിട്ടും കൂടില്ല. പക്ഷെ നന്ദനെ ഗുഡ് നൈറ്റൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഇതാ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാനായിട്ടൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സ്കെച്ച് പെൻസൊക്കെ മേടിച്ചിട്ടുണ്ട്. നന്ദന PGക്ക് തന്നെയാണോ പോകുന്നേ? സ്കെച്ച് പെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നന്ദനൻ്റെ സാധനങ്ങളാണ്. പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഫയലിൽ. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇതൊക്കെ ഡ്രസ്സാക്കി കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഞങ്ങളിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദന ഇതാ ഹോസ്റ്റലിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇവിടെ നന്ദനൻ്റെ ടോയ്ലറ്ററീസ് ഒക്കെ ഇതാ ഒരു ട്രേയിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് തിരിച്ചു വെക്കും മാം. ഇത്രേ ഉള്ളൂ. ടോയ്ലറ്ററീസൊക്കെ ഇതിലേക്ക് വാഷിംഗ് സോപ്പ്. നന്ദനൻ്റെ ഹെയർ ഓയിൽ ഒരു കുഞ്ഞ് സിറത്തിൻ്റെ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി കൊണ്ടുപോകേണ്ട വെച്ചിട്ടാണ്. ഒന്നാമത് നന്ദനൻ്റെ ഹോസ്റ്റലിൽ ടെമ്പററി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, പെർമനൻ്റ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ഇതൊക്കെ ടോയ്ലറ്ററീസ് അല്ലേ. ഇതാ കൈ സാധനങ്ങൾ പാക്ക് ചെയ്തെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ബാത്ത് സോപ്പ് അത് ഒരു വാഷ് സോപ്പ് ഉണ്ട് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുളിക്കുന്ന ഒരു ബാത്ത് സോപ്പ്. പിന്നെ നമ്മളുടെ ടങ് ക്ലീനറും ബ്രഷും വേണം. പിന്നെ വേണ്ടത് ടൂത്ത് പേസ്റ്റ്, പിന്നെ ഫേസ് സ്ക്രബ്, പിന്നെ ഫേസ് വാഷ്, പിന്നെ നമ്മളുടെ ഷാംപൂ, അതേപോലെ കണ്ടീഷണർ, പിന്നെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംഫർട്ടിൻ്റെ ബോട്ടിലാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് സോപ്പ് ലിക്വിഡാണ്, നമ്മുടെ ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുപോകാൻ ഇവിടെ ഉള്ളൊരു കുപ്പിയിലേക്ക് വലിയ കുപ്പിന്ന് ആക്കി വെച്ചതാണ് കേട്ടോ ഗൈസ്. ഇത്രയും സാധനങ്ങളൊക്കെ തലയിലേക്കാണ്. ഇതൊക്കെയാണ് കേട്ടോ നന്ദനൻ്റെ ടോയ്ലറ്ററീസ് ഐറ്റംസ്. 20 രൂപയുള്ള ഗൈസ്. ഞങ്ങളിതാ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഈ ബക്കറ്റിലിട്ട് കൊണ്ടുപോകാം. എന്തായാലും കാർ എടുത്തിട്ടിരിക്കും പോവാം. അപ്പോൾ ഈ 2 ബക്കറ്റ് അങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഒരു ബാഗും 2 ബക്കറ്റും ആക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയും സാധനങ്ങൾ.